Hi, dear students. Today we deal with vocabulary and grammar for academic writing. There will be a question: what is the relevance of this topic? This chapter gives the ways to revise the paper before its final submission. That means proofreading. What is the importance of proofreading? Checking the grammatical vocabulary elements in your paper. We are going to check out whether the vocabulary is appropriate in your paper, check the presence of colloquial slang expressions, diversify the sentences, vary them in length, word order, and types, eliminate redundant expressions and wordy sentences, remove weak phrases and use strong verbs, use parallelism, and maintain the tense. നമുക്കിതിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് വൊക്കാബുലറി, കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, സെൻറ്റൻസിൻ്റെ സെൻറ്റൻസിൻ്റെ ടൈപ്പുകൾ കറക്റ്റായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഇത് കറക്റ്റാണോ, അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, റോങ് ആയിട്ടുള്ള സെൻറ്റൻസസ്, ഭയങ്കര എന്താ പറയുക ഒരുപാട് വേർഡുകൾ കുത്തി നിറച്ചിട്ടുള്ള വേർഡി സെൻറ്റൻസസ്, വീക്കായിട്ടുള്ള ഫ്രേസസ്, ഫ്രാഗ്മെൻറ്റേഷൻ, പാരലലായിട്ടുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, ഇതെല്ലാമാണ് നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഓഫ് ടെൻസിൻ്റെ പ്രോപ്പർ മെയിൻറ്റെയിനിങ് ടെൻസിൻ്റെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന ഏരിയാസ്. ഫസ്റ്റ് വൺ അക്കാഡമിക് വൊക്കാബുലറിയാണ്. Familiarize yourself with the words listed in AWL, that means academic word list, to achieve the desired formal structure and seriousness, tone and standard of your paper. നിങ്ങളുടെ പേപ്പറിൻ്റെ ആ ഒരു ഫോർമൽ സ്ട്രക്ചറിനെയും സീരിയസ്നെസ്സിനെയും ടോണിനെയും സ്റ്റാൻഡേർഡിനെയും എലവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള വേർഡ് ലിസ്റ്റുകളുണ്ട്. അതായത് അക്കാഡമിക്കിന് ആവശ്യമായ വേർഡുകൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റാണ് അക്കാഡമിക് വേർഡ് ലിസ്റ്റ്. ഇറ്റ് അവോയ്ഡ്സ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡുകളെയും എക്സ്പ്രഷൻസിനെയും ഇത് മാറ്റിവെക്കും AWL. അതുപോലെ തന്നെ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് ഇതിനകത്തുണ്ട് AWL. നമുക്കറിയാം അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ, സീരിയസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെയും അതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ് ഫോർമൽ ആയിരിക്കണമെന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് AWL നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്, അക്കാഡമിക് വേർഡ് ലിസ്റ്റ്. ഈ അക്കാഡമിക് വേർഡ് ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരിൽ കോക്സ്ഹെഡ് ഫ്രം വിക്ടോറിയ യൂണിവേഴ്സിറ്റി of Wellington, New Zealand, after examining papers from different disciplines, came up with 570 head words and derivatives of those words. ഒരു അക്കാഡമിക് വേർഡ് ലിസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അവരിൽ കോക്സ്ഹെഡ് ആണ്. ഹീസ് ഫ്രം വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ, ന്യൂസിലാൻഡ്. The high frequency words in academic works in English language are referred as academic word list. The high frequency formal words ആണ് ഈ AWL നമുക്ക് കാണാൻ പറ്റുന്നത്. Samples of academic words: analysis, approach, area, assessment, assume, authority, established, estimate, evidence, export, factors, financial, occur, percent, period, policy, principle, പ്രൊസീജിയർ, ഇതെല്ലാം അക്കാഡമിക് വേർഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് ആണ്. The next area is discourse markers ആണ്. What is this discourse markers? Discourse markers are words and expressions used to connect one discourse to another logically. ഒരു എന്താ പറയുക, എക്സ്പ്രഷൻസിനെ വേർഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. അത് ലോജിക്കലി കണക്ട് ചെയ്യും. ദേ ആർ ഓൾസോ കോൾഡ് സെൻറ്റൻസ് കണക്റ്റേഴ്സ്. കാരണം അവിടെ നിന്ന് വ്യക്തമാണ് സെൻറ്റൻസ് കണക്റ്റേഴ്സ് ആണിത്. അതുപോലെ തന്നെ ലിങ്കിങ് വേർഡ്സ് എന്നും ലിങ്കിങ് ഫ്രേസ് എന്നും ട്രാൻസിഷൻ സിഗ്നൽസ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. Discourse markers help an academic writer in sequencing ideas, balancing contrasting points, changing of subject, adding, persuading, clarifying points. ഇതിനെല്ലാം ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇവിടെ ഇൻഫോർമലും ഫോർമലും ആയിട്ടുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അടുത്ത ഒരു കംപ്ലീറ്റ്നെസ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്കറിയാം വാട്ട് ഈസ് എ സെൻറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ് ആയിരിക്കണം. ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സെൻസ് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല? സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നല്ല പ്രോപ്പറായിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാവണം, വേർബ് ഉണ്ടാവണം, ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഓഫ് എ സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം സാധാരണഗതിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളുള്ള അസർട്ടീവ് സെൻറ്റൻസ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി. അതായത് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഐ എം എ ടീച്ചർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ സഡൻ കമാൻഡ്സുകളാണ്. എക്സ്ക്ലമേറ്ററി ആശ്ചര്യമാണ്. നമുക്കൊരു സെൻറ്റൻസിൽ രണ്ട് തരത്തിലുള്ള എന്താ പറയുക ഒരു എലമെൻറ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് സബ്ജക്റ്റ് പ്രിഡിക്കേറ്റ് അല്ലാതെ ക്ലോസും ഫ്രേസും ഉണ്ട്. നമുക്കറിയാം ക്ലോസ് എന്ന് പറയുന്ന ഈ പാർട്ട് ഓഫ് സെൻറ്റൻസ് ദാറ്റ് ഹാസ് സബ്ജക്റ്റും വേർബും ഉണ്ടാവും. എന്നാൽ ഫ്രേസിന് എന്തുണ്ടാവില്ല? ഡസൻ ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് വേർബ്. ഷീ ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്. ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളത് അവിടുത്തെ ഫ്രേസാണ്. ഓൺ ദ ബെഡ് എന്നുള്ളത് ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളത് ക്ലോസ് ആണ്. ഓൺ ദ ബെഡ് എന്നുള്ളത് അവിടുത്തെ ഫ്രേസാണ്. ക്ലോസും രണ്ട് തരത്തിലുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപെൻഡൻറ്റ് ക്ലോസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് എലോൺ. ഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ദാറ്റ് സ്റ്റാൻഡ് along with the independent clause. Independent clause is a sentence that has a subject and a verb and requires no extra information to understand. On the other hand, dependent clauses start with subordinating conjunctions such as while, that, or unless, marker words such as before, after, because, since, in order to, although, whenever എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയി. ബിക്കോസ് ഐ ഫോർഗോട്ട് മൈ ഹോം വർക്ക്. ഐ ഗോട്ട് സെൻഡ് ബാക്ക് ഹോം. ജിം ഹു ലൈക്സ് ബുക്സ് റീഡ്സ് എ നോവൽ. ഇവിടെ ജിം റീഡ്സ് എ നോവൽ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഹു ലൈക്സ് ബുക്സ് എന്നുള്ളത് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഐ ഗോട്ട് സെൻഡ് ബാക്ക് ഹോം. ഐ ഗോട്ട് സെൻഡ് ബാക്ക് ഹോം ബിക്കോസ് ഐ ഫോർഗോട്ട് മൈ ഹോം വർക്ക്. അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ബിക്കോസ് ഐ ഫോർഗോട്ട് മൈ ഹോം വർക്ക്. ഐ ഗോട്ട് സെൻഡ് ബാക്ക് ഹോം എന്നുള്ളത് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. നമുക്ക് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ്, കോമ്പൗണ്ട് കോംപ്ലെക്സ്. ഇവിടെ നമുക്ക് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കൺജങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള കൺജങ്ഷൻസ്. ഒന്ന് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയും. കൺജങ്ഷൻ്റെ ഉദ്ദേശം വേർഡുകളെയോ ക്ലോസുകളെയോ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്, ബട്ട്, ഓർ, not, for, yet, so, and subordinating conjunctions are because, since, while, or, which. ഇതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അതായത് ഒന്ന് ഒരു ക്ലോസിനെ സബോർഡിനേറ്റ് ആയിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ബിക്കോസ്, സിൻസ്, വൈൽ, ഓർ, വിച്ച്. അതേസമയം ആൻഡ്, ബട്ട്, ഓർ, നോട്ട്, ഫോർ, യെറ്റ്, സോ ഒക്കെ ആണെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത് രണ്ടും ഡിസ്പാരിറ്റി മനസ്സിലാക്കി വെക്കണേ. നമുക്കിവിടെ സിമ്പിൾ സെൻറ്റൻസിനെ നോക്കാം. സിമ്പിൾ സെൻറ്റൻസിൽ എന്തുണ്ടാവും? വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സൂസന്ന സാങ് എ സോങ് എന്നുള്ളത് അവിടെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസ് നോക്കി, ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. അതായത് നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ തമ്മിൽ ബന്ധപ്പെടുത്തി. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് നോക്കി, വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അതോടൊപ്പം തന്നെ വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. Because I was engrossed in the song sung by Susanna, I did not notice the arrival of my bus. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് നോട്ടീസ് ദി അറൈവൽ ഓഫ് മൈ ബസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇതിൻ്റെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ബിക്കോസ് ഐ വാസ് എൻഗ്രോസ്ഡ് ഇൻ ദ സോങ് സങ് ബൈ സൂസന്ന എന്നുള്ളതാണ് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് നോക്കി, ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് and one or more independent clause.
I was in the bus station waiting for the bus that passes through my village and I got an opportunity to listen to Susanna's song. ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുണ്ട്. അവിടെ അതോടൊപ്പം തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പാസസ് ത്രൂ മൈ വില്ലേജ് ആണ്. ദാറ്റ് പാസസ് ത്രൂ മൈ വില്ലേജ് എന്നുള്ളതാണ് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഐ വാസ് ഇൻ ദ ബസ് സ്റ്റേഷൻ വെയിറ്റിംഗ് ഫോർ എ ബസ്, അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ടു സൂസന സോങ് എന്നുള്ളത് രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമാണ്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ദാറ്റ് പാസസ് ത്രൂ മൈ വില്ലേജ്. നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത്, ദാറ്റ് എന്നുള്ളത് സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, അത് ക്യാരി ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കില്ല, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതേസമയം ആൻഡ് കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. ആൻഡ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അമ്മു defied her parents' wishes. She ran away from her husband. ഇങ്ങനെ പല സെൻറ്റൻസസ് ആയിട്ട് പോകുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് കുറച്ചും കൂടെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് പോലെ നമ്മൾ എളുപ്പത്തിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും, കുറേ ടൂ മച്ച് വേർഡിനസ് സെൻറ്റൻസസിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ദ വിഷസ് ഓഫ് ഹെർ പാരൻസ്. അമ്മു ran away from her husband to her parental home. Unable to believe her story, her father asked her to go back. ഇപ്പം നമുക്കിവിടെ സെൻറ്റൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു. ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് ക്രിയേറ്റഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്കറിയാം സെൻറ്റൻസിൽ ഫ്രാഗ്മെൻറ്റേഷനുകൾ ഉണ്ടാവാം. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥ, അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെൻറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഓർ എ ഡിസ്കണക്റ്റഡ് പീസ് ഓഫ് എ മെയിൻ ക്ലോസ്. ഇവിടെ നമുക്ക് നോക്കാം, വെൻ ആർ യു പ്ലാനിങ് ടു വിസിറ്റ് Amsterdam towards the end of March. Towards the end of March എന്ന് കേട്ട് കഴിയുമ്പോൾ അത് മാത്രമേ കേൾക്കുന്നുള്ളെങ്കിൽ ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് പീസ് ഓഫ് എ മെയിൻ ക്ലോസ് ആണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് എ സെൻറ്റൻസ് ആണ്. നമുക്ക് ഫ്രാഗ്മെൻറ്റഡും അതിനെ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കിയിട്ടുള്ള സെൻറ്റൻസ് നമുക്കൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. There are many critical approaches to reading the works of Shakespeare: feminist, Marxist, psychoanalytic and cultural. ഇത് ആക്ച്വലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നോക്കാം. There are many critical approaches to reading the works of Shakespeare such as feminist, Marxist and psychoanalytic and cultural. അപ്പോൾ അവിടെ ഒരു ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റി ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കുക, അവോയ്ഡിങ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ മീൻസ് ഇൻകംപ്ലീറ്റ്നെസ് ഓർ ഡിസ്കണക്റ്റഡ് പീസ് ഓഫ് എ മെയിൻ ക്ലോസ്. നമുക്കറിയാം കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, കോൺകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ കോൺകോഡ് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ശ്രദ്ധിക്കണം. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബേ പോകത്തുള്ളൂ. വേർബിനെ സിംഗുലർ ആക്കുന്നത് എസ് ഫോം ഉപയോഗിച്ചാണ്. നമ്മൾ പ്ലൂറൽ സിംഗുലർ നമ്മൾ നൗണുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിക്കരുതേ. കാരണം വേർബിൽ സിംഗുലർ ആക്കുന്നത് എസ് ഫോം ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഷാനൂസ് ക്യാറ്റ് ഈറ്റ് എന്നല്ല ഈറ്റ്സ് എന്ന് ഉപയോഗിക്കണം. ഐ ഡസ് നോട്ട് വരില്ല, ഐ ഡു നോട്ട്. നീദർ മൈ പാരൻസ് നോർ മൈ സിസ്റ്റർ നോസ് എന്ന് പറഞ്ഞു. നത്തിങ് ഈസ് ആണ്. The members of the class are. The members of the class are ആണ് വരുന്നത്. എ ബൊക്കെ ഓഫ് റോസസ്, ബൊക്കെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വാസ് എന്ന് പറയണം. സോ ഇത്തരത്തിലുള്ളതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഇത് പലപ്പോഴും പലരും തെറ്റിക്കുന്നുണ്ട്. ചില എന്താ പറയുക, ചെറിയ കാര്യമുള്ളൂ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ലൂസ് മെനി മാർക്സ്. അടുത്തത് കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസ് ആണ്. നമ്മളൊരു ടെൻസിൽ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ പ്രസൻറ്റിലാണ് ഞാൻ എൻ്റെ കഥ പറഞ്ഞു പോകുന്നതെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യണം. ടെൻസ് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി ഓഫ് ടെൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് in formal writings to maintain logical sequence and readability. In fictional writings,
Inconsistent use of tense is welcomed, but not in academic writings. Shifting of tense is allowed if the time frame of the subject matter changes and it has to be presented with the signal words and indicatives of time frame. നമുക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ടെൻസ് ഈസ് അലൗഡ് ഓൺലി ഇഫ് ഇറ്റ് ഡിമാൻഡ്സ്. സബ്ജക്റ്റ് മാറ്റർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടെൻസ് മാറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതെങ്ങനെ അത് മാറിയെന്ന് മനസ്സിലാക്കി തരണം. സിഗ്നൽ വേർഡ്സുകളും ഇൻഡിക്കേറ്റീവ് വേർഡ്സുകളും ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിൽ സെൻറ്റൻസ് ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് ഇൻ ടെൻസ് നമുക്ക് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രേ അറിയാനുള്ളൂ ഇതിനകത്ത്. ടെൻസ് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിൾ പ്രസൻറ്റിൽ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ഫോളോ ദ സെയിം ടെൻസ് ത്രൂ ഔട്ട് യുവർ പ്രസൻറ്റേഷൻ. അടുത്തതാണ് പാരലലിസം എന്ന് പറയുന്നത്. പാരലലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കാം. ദ പോയം ഈസ് ലിറിക്കൽ, ലോങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു പാരലലായിട്ടുള്ള വേർഡ്സുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് വേണം പറയാം. ഇപ്പം ഞാൻ പറയാം ദ പോയം ഈസ് ലിറിക്കൽ എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാം. നെക്സ്റ്റ് ദ പോയം ഈസ് ഓൾസോ ലോങ് എന്ന് പറയാം. ദ പോയം ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ഓരോ സെൻറ്റൻസ് ആക്കി പറയുന്നതിന് പകരം ഞാൻ പാരലലായിട്ട് വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ അടുക്കും ചിറ്റയോടും കൂടി നിർത്തുന്നു. ദിസ് ഈസ് കോൾഡ് പാരലലിസം. പാരലലിസം ഈസ് എ stylistic feature in writing where ideas are presented using grammatically similar or structurally identical word or expressions. Kiran worked enthusiastically, consistently and evenly. അപ്പോൾ ഇത് പാരലലിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് നോൺ പാരലൽ ഒരു സെൻറ്റൻസ് ആണ്. ഹി യൂസ്ഡ് ഹിസ് സാറ്റർഡേസ് ഫോർ പ്രാക്ടീസിങ് പ്ലേയിങ് ആൻഡ് ടു ഈറ്റ് സാൻഡ്വിച്ചസ്. ഇത് പാരലൽ അല്ല. അപ്പോൾ അതെങ്ങനെ പാരലാക്കി? യൂസ്ഡ് ഹിസ് സാറ്റർഡേസ് ഫോർ പ്രാക്ടീസിങ് പ്ലേയിങ് ആൻഡ് ഈറ്റിംഗ് എന്നാക്കി. ആൻഡ് ടു ഈറ്റ് സാൻഡ്വിച്ചസ് എന്നുള്ള മാറ്റി ഇതിനെ പാരലാക്കി. ഇനി നോക്കാം. ഫൈസ് ലവ്സ് ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് ടു പ്ലേ വോളിബോൾ. അപ്പോൾ അത് അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. പാരലലിസം ആക്കുമ്പോൾ എന്താവും? ഫൈസ് ലവ്സ് ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് വോളിബോൾ, അങ്ങനെ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു അവോയ്ഡ് വേർഡിനെസ്. ഒരുപാട് വേർഡുകൾ കുത്തി നിറച്ച് സെൻറ്റൻസുകളെ വലുതാക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ്, ഷേക്സ്പിയറും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ബേക്കണും പറയുന്നുണ്ട്. അതായത് വേർഡ്സ് ആർ ലൈക്ക് ലീവ്സ് ആൻഡ് വേർ ദേ മോസ്റ്റ് അബൗണ്ട് മച്ച് ഫ്രൂട്ട് ഓഫ് സെൻസ് ബിനീത്ത് ഈസ് റെയർലി ഫൗണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുത്തി നിറച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് ഇഫക്റ്റ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ഇംപെർഫെക്ഷൻ കോസ്ഡ് ബൈ ദി യൂസ് ഓഫ് മോർ വേർഡ്സ് ദാൻ ദ മീനിങ് ഡിമാൻഡ്സ്. നിങ്ങൾ ഒരുപാട് വേർഡുകൾ കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. യൂസ് ലെസ് വേർഡ്സ് ബട്ട് ഇനോർമസ് മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കാം. ടു മച്ച് വേർഡിനെസ്സാണ്. ഇറ്റ് ഗീവ്സ് മീ ഇമ്മൻസ് പ്ലഷർ ഇൻ ഇൻട്രൊഡ്യൂസിങ് അവർ എസ്റ്റീംഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ട് ഇങ്ങനെ വേർഡ്സ് കുത്തി നിറക്കേണ്ട. ഇതേ മീനിങ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഐ ആം പ്ലീസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് അവർ സ്പീക്കർ. കണ്ടോ, ദാറ്റ് ഈസ് വാട്ട്. ഇപ്പോൾ ടു മച്ച് വേർഡുകൾ കുത്തി നിറച്ച് വേർഡിനെസ് ഉണ്ടാക്കാതെ വേർഡിനെസ് ഒഴിവാക്കുന്നതാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ നല്ലതെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. Thus we come to the end of this chapter. Thank you.